ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു പുഡിങ്ങാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാമ്പഴം കൊണ്ടുള്ള മാമ്പഴ പുഡിങ്. ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണല്ലേ, അപ്പം നല്ല മാമ്പഴം കിട്ടുമ്പം ഇതുപോലെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാമെങ്കിൽ അവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഒരു 2 മാമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനായിട്ട്. ഇതൊരു 650 ഗ്രാമുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ മാംസളമായ ഭാഗം ഒരു 300 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു മിക്സിയിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നാരുള്ള മാമ്പഴമാണെങ്കിൽ അരച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. പുഡിങ് ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർക്കണം. 1/4 കപ്പ് കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച മാമ്പഴത്തിലേക്ക് നമ്മൾ കുറച്ച് പാലും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം, ഒരു തരിയൊന്നും ഇല്ലാതെ. കുറച്ച് പാല് നമ്മൾ മിച്ചം വെച്ചേക്കണം. അത് നമ്മുടെ ആ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്യാനാണ്. അപ്പോൾ അതേ മാമ്പഴം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിക്കേണ്ട ആവശ്യം വന്നില്ല. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ബാക്കി പാലുണ്ടല്ലോ, അതിലേക്ക് കോൺഫ്ലോർ ഇട്ട് നല്ലതുപോലെ തരിയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാമ്പഴം ഒഴിക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ 1/2 കപ്പ് തന്നെ പഞ്ചസാര വേണ്ട, അല്പം കൂടെ കുറയ്ക്കാം നമുക്ക്. അത് നമ്മുടെ മധുരം നമുക്കിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ചേർക്കുക. ഇനി ഈ പഞ്ചസാര ആദ്യമേ തന്നെ ഇട്ട് വേണം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. മാമ്പഴവും പഞ്ചസാരയും പാലും കൊണ്ട് ഒരുമിച്ച് അരച്ചെടുത്താലും മതി. കുറച്ച് ജലാംശമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറും കൂടെ ചേർക്കാം. അത് അടി കട്ട പിടിക്കുക, അതുകൊണ്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അത് കുറേശ്ശെ ചേർക്കണം. അതുപോലെ തന്നെ തീ വളരെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്നത് കട്ടയായി പോകും. കുറേശ്ശെ ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി വളരെ തീ കുറച്ച് വെച്ച് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ആ കോൺഫ്ലോറൊക്കെ ഒന്ന് വെന്ത് ആ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഭാഗം ഇതുപോലെ ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു എണ്ണയൊക്കെ പുരട്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിക്കാം. തണുത്തത് കട്ടിയാവും, അതുകൊണ്ട് ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിക്കണം. തണുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ തണുത്തെടുത്തിട്ടുണ്ട്. നല്ല സെറ്റായിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴം പുഡിങ്ങാണ്. വളരെ എളുപ്പം നമുക്കുണ്ടാക്കുകയും ചെയ്യാം. ഇനി ഞാൻ ആ മാമ്പഴ പുഡിങ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാനൊരു ഭംഗി വേണ്ടേ അതിന്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മധുരവും ഉണ്ട്. സൂപ്പർ.